+1 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ HSCAPൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് അതിൽ ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ടെമ്പററി അഡ്മിഷൻ എന്തായാലും എടുത്തിരിക്കണം. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റ് വഴി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത സ്കൂൾ ടെമ്പററി അഡ്മിഷൻ എടുത്താലും സെക്കൻഡിലും തേർഡിലും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പരിഗണിക്കും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാതെ ഉള്ള വിഷമിക്കേണ്ട, 2 അലോട്ട്മെൻറ്റ് ഇനി നിങ്ങൾക്ക് ബാക്കിയുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫോം കിട്ടും. ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്തേണ്ടതാണ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് അപ്ലൈ ചെയ്ത എന്തൊക്കെ രേഖകളുണ്ടോ, നിങ്ങളുടെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്തൊക്കെ രേഖകളുണ്ടോ ആ രേഖകളുടെ എല്ലാം ഒറിജിനൽ പകർപ്പുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രക്ഷിതാവിൻ്റെ കൂടെ നിങ്ങൾ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടത്. സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങളും രക്ഷിതാവും നിർബന്ധമായിട്ട് ചെല്ലണം. ഇപ്പോൾ നിങ്ങൾ പ്രസൻ്റ് ഈ വിദേശത്താണ് അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ബാക്കി അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അഡ്മിഷൻ എടുക്കാൻ കുട്ടിയും രക്ഷിതാവും വേണമെന്നൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ രീതിയിലൊന്ന് അയച്ചു.